ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇറങ്ങി ചെല്ലുവാനായിട്ട് സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും മറ്റുള്ളവരോടുള്ള കരുണാപൂർവമായ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളുമൊക്കെയാണ്. വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിവസം തന്നെ ജനങ്ങളെ ആശീർവദിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹം ജനത്തോട് പറഞ്ഞത്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ശിരസ്സ് നമിക്കുകയാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ശക്തി സ്വീകരിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. തുടർന്നും എൻ്റെ പ്രവൃത്തികളിൽ എന്നും ദൈവത്തിൻ്റെ കരസ്പർശമുണ്ടാകുന്നതിനു വേണ്ടി നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. ആദ്യ നാളുകൾ മുതലുള്ള മാർപ്പാപ്പയുടെ ഓരോ പ്രസംഗങ്ങളും ഓരോ പ്രവൃത്തികളും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഈ ലാളിത്യവും കരുണാർദ്രമായ സ്നേഹവുമൊക്കെ അദ്ദേഹത്തെ സഹായിച്ചുവെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകേണ്ട ഓരോ ക്രിസ്ത്യാനിയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഈ ഞായറാഴ്ചത്തെ വായനകൾ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടായിരിക്കണമെന്ന് നിയമാവർത്തന പുസ്തകത്തിലെ വായനയിലൂടെ തിരുസഭ നമുക്ക് പറഞ്ഞു തരികയാണ്. കൂലിക്ക് അർഹതയുള്ളവർക്ക് കൃത്യമായ കൂലിയും, ദരിദ്രർക്കും വിധവകൾക്കും വേണ്ടി നിന്റെ പറമ്പിലെ കാറായുമൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് വരണം എന്നുമൊക്കെ കൃത്യമായി പറഞ്ഞ് കരുണാർദ്രമായ സ്നേഹത്തോടെ സഹോദരങ്ങളെ സ്നേഹിച്ച് മുമ്പോട്ട് പോകണമെന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിൽ എല്ലാ വ്യക്തികൾക്കും സുഭിക്ഷമായി ജീവിക്കുവാനുള്ള വസ്തുക്കൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കുന്നുകൂടി ചില വ്യക്തികളുടെ കൈകളിലേക്ക് മാത്രം ചെല്ലാതെ നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്ന കരുണാർദ്രമായ സ്നേഹമുള്ള വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ തൊടിയിലെയും പറമ്പിലെയും വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ കയ്യിലെയും പേഴ്സിലെയും പണം മാത്രമല്ല, നമ്മുടെ സ്നേഹവും കരുണാർദ്രമായ നോട്ടവുമൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസമാകുമെങ്കിൽ, നമ്മുടെ വ്യക്തി സാമീപ്യം കൊണ്ട് ആശ്വാസമായി തീരാൻ സാധിക്കുമെങ്കിൽ, കരുണയോടുകൂടി നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ കൃത്യമായി പറയുന്നു, യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. അവനാണ് പിതാവായ ദൈവത്തിനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ മിശിഹായിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലേക്ക് വളരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് സഹായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ ഞായറാഴ്ച. വളരെ പേരും പ്രശസ്തിയും ആർജിച്ച് സ്നാപകയോഹന്നാന് സ്നാനം നൽകുമ്പോൾ സ്നാപകയോഹന്നാനിൽ സ്നാനം സ്വീകരിച്ച യേശു മിശിഹ മറ്റൊരു സ്ഥലത്ത് സ്നാനം നൽകുകയാണ്. സ്നാപകന്റെ ശിഷ്യന്മാർ വന്ന് അവനോട് പറയുന്നുണ്ട്, നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഈശോ മിശിഹ മറ്റൊരിടത്ത് സ്നാനം നൽകുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ സ്നാപകൻ പറയുകയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന്. ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് മുമ്പേ സാക്ഷ്യം നൽകാൻ വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, അവന് വേണ്ടി സാക്ഷ്യം നൽകുന്ന യോഹന്നാനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി സ്നാപകൻ നമുക്ക് നൽകുന്ന സന്ദേശം തൻ്റെ ദൗത്യം എന്താണെന്നുള്ള പൂർണ്ണമായ ബോധ്യം അവനുണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവല്ലെന്നും ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണെന്നും എല്ലാ ആളുകളിലേക്കും ക്രിസ്തുവിനെ നയിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യമെന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന സ്നാപകൻ അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മുടെ ജീവിത ബന്ധാവിലുമൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സഹോദരന്റെ നന്മയ്ക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ സ്നാപകയോഹന്നാനെ പോലെ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറും. ഒരുപക്ഷെ സ്നാപകൻ അന്ന് വാശി പിടിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ തടഞ്ഞിരുന്നെങ്കിൽ വലിയ ഒരു വ്യക്തിയായി തീരുവാനായിട്ട്, അല്ലെ അനേകം ആളുകളുടെ പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ കിട്ടുവാനായിട്ട് സ്നാപകന് സാധിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ദൗത്യം അതല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം അവനുള്ളത് കൊണ്ട് തൻ്റെ ബോധ്യത്തിൽ ഉൾക്കൊണ്ടു നിന്ന് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായിട്ട് അവൻ സാധിച്ചു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനായിട്ട് സ്നാപകന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്രിസ്തുവിൻ്റെ വളർച്ചയാണ് എൻ്റെ വളർച്ചയേക്കാൾ ആവശ്യമെന്ന തിരിച്ചറിവ് അവനുണ്ടായതുകൊണ്ടാണ് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറി നിൽക്കാതെ ക്രിസ്തുവിലേക്ക് ആളുകളെ എത്തിക്കുന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് അവനെ സഹായിച്ചു. എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് ദൈവത്തിന് മഹത്വമുണ്ടാകുവാനും സഹോദരങ്ങൾക്ക് നന്മയുണ്ടാകുവാനും സാധിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക സ്നാപകയോഹന്നാൻ ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വിനയവും എളിമയും അന്യൻ്റെ വിജയങ്ങളിലും അവൻ്റെ നേട്ടങ്ങളിലുമൊക്കെ സന്തോഷിക്കുന്ന ഒരു മനസ്സുമുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലേക്ക് ആളുകളെ നൽകുന്ന സ്നാപകനെ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് അനേകം ആളുകൾക്ക് ക്രിസ്തുവിനെ നൽകുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുവലയായി മാറുന്ന വ്യക്തികളാകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യങ്ങൾ വിട്ടു നൽകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ സമയവും സാഹചര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞങ്ങളെയും എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും സ്നാപകയോഹന്നാനെ പോലെ എളിമയോടെ വിനയത്തിലൂടെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ആളുകളെ എത്തിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.